പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തിക്കൊണ്ട് വെടിനിർത്തൽ ധാരണ ഉണ്ടായി എന്ന് ട്രംപ് പറയുന്നു. ഇത് നമുക്ക് വിശ്വസിക്കാം? അത് ഏതാണ്ട് വിശ്വസിക്കാം. കാരണം ട്രംപ് ഇത് ചൊവ്വാഴ്ച പുലർച്ചെയാണ്, അതിരാവിലെ ഇന്ത്യൻ സമയം അനുസരിച്ച് 1:30 ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ എക്സ് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ ധാരണ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറാൻ ഇസ്രായേലിനെയും ഇസ്രായേൽ ഇറാനെയും ആക്രമിക്കുന്ന ദൃശ്യവും ലോകം കണ്ടു. ഇതേ തുടർന്ന് ട്രംപിന് വല്ലാണ്ട് വെകിളി പിടിച്ചു. അദ്ദേഹത്തിന് വലിയ ദേഷ്യം വന്നു. അദ്ദേഹം ഈ ഇറാനെയും ഇസ്രായേലിനെയും അതിഭയങ്കരമായി ശകാരിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോസ്റ്റ് വീണ്ടും ഇട്ടു. ഏതാണ്ട് വൈകിട്ട് 5 മണിയോടുകൂടിയാണ്, നമ്മൾ ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ വെടിനിർത്തൽ ധാരണ കൃത്യമായിട്ടും പ്രാബല്യത്തിലായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ ഇറാനും ഇസ്രായേലും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ആക്രമണമൊന്നും നടത്തില്ല എന്ന് ഇസ്രായേലും വാക്ക് തന്നതായിട്ട് ട്രംപ് പറയുന്നു. അതുപോലെ തന്നെ ഇറാനും അത് സമ്മതിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇതിന് മധ്യസ്ഥരായിട്ട് മറ്റു പലരും വർത്തിച്ചു. ഖത്തർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അമേരിക്കയുടെ ആവശ്യം, ഇസ്രായേലിൻ്റെ ആവശ്യം ഇറാൻ ആണവ ആയുധം നിർമ്മിക്കുന്നത് നിർത്തിവെക്കണം എന്നുള്ളതാണ്. അതിൽ അവർ വിജയിച്ചു. കാരണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്തു. ഇനി അത്ര പെട്ടെന്നൊന്നും ഇറാന് ഈ പറയുന്നത് പോലെ ആണവ ആയുധം നിർമ്മിക്കാൻ സാധ്യമല്ല, അണുബോംബ് നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന അല്ല, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ഒരു ഭാഗം അത്രയും ഇതിനു മുമ്പ് തന്നെ ഇറാൻ അവിടുന്ന് മാറ്റിയിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ ആണവ കേന്ദ്രങ്ങൾ ഏകദേശം 50 മീറ്റർ അകത്തോട്ട് മാത്രമേ ഈ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുള്ളൂ എന്നുള്ള വാർത്ത വരുന്നത്. ഇതിൽ എത്രമാത്രം ശരിയുണ്ട്? അല്ല, 50 മീറ്റർ അല്ല, 60 മീറ്റർ ആണ് പറയുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ചിലത് പുറത്തു വന്നിട്ടുണ്ട്. യുറേനിയം ട്രക്കുകളിൽ കയറ്റി അവിടുന്ന് മാറ്റിയതായിട്ട്. അത് പാകിസ്ഥാനിലേക്കൊക്കെ കൊണ്ടുപോയി എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. പക്ഷേ ഈ പറഞ്ഞതുപോലെ 83% യുറേനിയം സമ്പുഷ്ടീകരണം നടപ്പാക്കി. അത് നടത്തിയ ഇറാൻ വളരെ പെട്ടെന്ന് തന്നെ ഇത് ആക്രമിക്കുമെന്ന് കണ്ടിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന, അവരുടെ കൈവശമുണ്ടായിരുന്ന യുറേനിയം സമർത്ഥമായിട്ട് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഈ കേന്ദ്രങ്ങൾ, ഇത് ഉണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളുണ്ടല്ലോ, അതിന് വലിയ നാശം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്നൊന്നും ഒരു അണുബോംബ് നിർമ്മിച്ചെടുക്കാൻ ഇറാനെ സംബന്ധിച്ച് സാധിക്കില്ല എന്നുള്ള വിലയിരുത്തലാണ് അമേരിക്കയും ഇസ്രയേലും ഉള്ളത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഈ അണുബോംബെന്ന് പറയുന്നത് സാധാരണ നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരു ചെയിൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അതൊരു സാങ്കേതിക പദമാണ് ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ചവർക്കത് മനസ്സിലാവും. ചെയിൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ അണുബോംബ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ അണുബോംബ് അതുണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചില സൗകര്യങ്ങൾ വേണം, ചില സംവിധാനങ്ങൾ വേണം. ആ സംവിധാനങ്ങളെയും സൗകര്യങ്ങളെയൊക്കെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തകർത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും കൈവശമിരിക്കുന്ന ഈ ആണവ ഇന്ധനം, യുറേനിയം എന്ന് പറയുന്നത് ഈ ആണവ വികിരണം പുറത്തുവിടുന്ന അല്ലെങ്കിൽ അണുബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ ഒരു അസംസ്കൃത വസ്തുവാണ് യുറേനിയം. ആ യുറേനിയം അവർ സമർത്ഥമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അല്ലെങ്കിൽ ഒളിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെയൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റുമൊക്കെ ചിലത് പുറത്തു വന്നിട്ടുണ്ട്. ട്രക്കുകളിൽ കയറ്റി യുറേനിയം മാറ്റുന്നു, ആ സ്ഥലത്ത് നിന്ന് മാറ്റുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇൻ്റലിജൻസ് വിവരം അനുസരിച്ചും അധികമൊന്നും ഈ 3 നിലയിലും സംഭവിച്ചിട്ടില്ല. ഈ 60 മീറ്റർ എന്നുള്ള 250 മീറ്ററിനകത്തോട്ടാണ് ഇവരുടെ ആണവ നിലയം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലും അമേരിക്കയും നടത്തിയ ഈ ഒരു ആക്രമണത്തിൽ അവർക്ക് വലിയ ഒരു ഇത്തരത്തിലുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അല്ല, അത് ഇറാൻ പുറത്തുവിടുന്ന വിവരങ്ങളാണ്. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആണവ നിലയങ്ങൾക്കൊന്നും കേടുണ്ടായിട്ടില്ല. 14 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. ഈ കേന്ദ്രങ്ങൾക്ക് കേടുണ്ടായില്ലെങ്കിലും ഇത് വികസിപ്പിച്ചെടുക്കാൻ ശാസ്ത്രജ്ഞർ വേണ്ടേ? ആ ശാസ്ത്രജ്ഞരില്ല. മാത്രമല്ല, നമ്മളീ പറയുന്ന പോലെ ഇറാൻ്റെ വാക്കുകൾ അങ്ങനെ പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇറാൻ അമേരിക്കയുമായിട്ട് ആണവ നിർവ്യാപന കരാറിൽ ഏർപ്പെട്ടിട്ട് ഏകപക്ഷീയമായിട്ട് അത് ലംഘിച്ച ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് 2018 അവർ പിന്മാറിയതാണ്.
അതുകൊണ്ട് ഇറാൻ ഈ കാര്യത്തിൽ പറയുന്നതൊന്നും പരിപൂർണമായിട്ടും നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ സാധിക്കില്ല. അമേരിക്ക പറയുന്നു തകർത്തു എന്ന് പറയുന്നു, ഇസ്രായേൽ പറയുന്നു തകർത്തു എന്ന് പറയുന്നു. അതൊന്നും ഇപ്പോൾ നമുക്ക് മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടക്കാതെ അല്ലെങ്കിൽ അതിൽ ഭാഗികമായിട്ടെങ്കിലും വിജയിക്കാതെ ഈ അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ ധാരണയിലെത്തില്ല. ഇറാനുമായിട്ട് ഈ സംഘർഷം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറായത് അവരുടെ ലക്ഷ്യം ഏതാണ്ട് അവർ ഭാഗികമായിട്ടെങ്കിലും കൈവരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാത്ത പക്ഷം ഈ പറയുന്നത് പോലെ അമേരിക്കയോ ഇസ്രായേലോ വഴങ്ങില്ല, ഈ കാര്യത്തിന് വെടിനിർത്തലിന് വഴങ്ങില്ല എന്ന് വ്യക്തമാണ്. അവർ വളരെ തുടക്കം തൊട്ട് തന്നെ വളരെ കൃത്യമായിട്ട് ലക്ഷ്യം നിർണയിച്ച് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണവ കേന്ദ്രങ്ങൾ തകർത്തു, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തു, അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു, അതുപോലെ ഇറാൻ്റെ മുതിർന്ന കമാൻഡർമാരെ വധിച്ചു, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചു. ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നയാളിനെ ആ ആളിനെയും വധിച്ചു. അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെയും അമേരിക്കയും ഒന്നും നമ്മൾ കുറച്ച് കാണണ്ട. അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ട് എന്ന് കരുതാം. പക്ഷെ ഇപ്പുറത്ത് ഇറാൻ ഏതാണ്ട് 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. അതിലൊരു 10 എണ്ണമാണ് ഇസ്രായേലിൽ വീണത്. ബാക്കി മുഴുവനും ഈ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ ജോർദാൻ കടന്ന് ഇസ്രായേലിലേക്ക് അത് വന്നത് ആകെ 10 എണ്ണമാണ് വന്നത്. ബാക്കി ഡ്രോണുകളും ഇതുമെല്ലാം അയച്ചതെല്ലാം നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ, അമേരിക്കയുടെ ഖത്തറിലേക്കുള്ള സൈനിക താവളം ആക്രമിച്ചു ഇറാൻ. പക്ഷെ ആ മിസൈലുകൾ മുഴുവനും ഈ ഖത്തറിൻ്റെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് നശിപ്പിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അമേരിക്കയുടെ എയർ ബേസിനോ അല്ലെങ്കിൽ അവിടുത്തെ ആർമി ബേസിനോ ഒന്നും കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവർ ഈ പറയുന്നത് പോലെ ഇറാൻ ഒരു വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ ട്രംപ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായിട്ടും ഇസ്രായേൽ ഇറാനെയും ഇറാൻ ഇസ്രായേലിനെയും പരസ്പരം ആക്രമിച്ചിട്ടുണ്ട്. അത് ഒട്ടും ശരിയല്ല. ഈ രണ്ടുപേരെയും ഞാൻ ശകാരിച്ചിട്ടുണ്ട്. ട്രംപ് ആ പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്, ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ അത് കുറിച്ചിട്ടുണ്ട്. ഇവരെ ചീത്ത വിളിച്ചും ശകാരിച്ചും കൊണ്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ആ പറയുന്നതിനകത്ത് സത്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. പിന്നീട് അതിനുശേഷമാണ് ഈ ട്രംപിൻ്റെ വീണ്ടും ഇടപെടലുണ്ടായതിനു ശേഷമാണ് ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നിരിക്കുന്നത്. അത് ഇറാനും അതിനെ സ്വാഗതം ചെയ്തു, ഇസ്രായേലും അതിനെ അംഗീകരിച്ചു. ഇനിയിപ്പോൾ മുന്നോട്ട് നമുക്ക് അതായത് 12 ദിവസം കൊണ്ട് ഈ അടിച്ചേൽപ്പിച്ച ഒരു യുദ്ധം, ഒരു സംഘർഷം എന്നൊക്കെ ഇസ്രായേൽ പറയുന്നുണ്ട്. അത് 12 ദിവസം നീണ്ടു നിന്നു. അത് താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു സമാപ്തി ഉണ്ടായിരിക്കുകയാണ്. ഇത് വീണ്ടും ഇതുപോലെ നിരവധി തവണ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അതുപോലെ ഗാസയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ഇനിയിപ്പോൾ ഇനി എന്നിത് പുനരാരംഭിക്കും എന്നുള്ള ചോദ്യമാണ് പൊതുവേ ലോകത്ത് ഉയരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിന് വളരെ ശക്തമായിട്ട് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഈ ഖത്തർ പോലെയുള്ള രാഷ്ട്രങ്ങളുടെ, പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഇറാന് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിന് ഇറാൻ വഴങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഖത്തറിന് നേർക്കും 14 മിസൈലുകൾ അയച്ചതാണ് ഇറാൻ, അതായത് ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ. എന്നാലും അവിടെ ഒരു സംയമനത്തിൻ്റെയും ഒരു സഹകരണത്തിൻ്റെയും പാത അവിടെ തുറന്നിരിക്കുകയാണ്. ഖത്തറിൻ്റെ വാക്കുകളും ഇറാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് മുന്നിൽ മറ്റു വഴികളില്ല. ടെഹ്റാനിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം ഇറാൻ അത് വലിയ ദോഷം ചെയ്യുമെന്ന് മറ്റാരേക്കാളും ഇറാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും വൈറ്റ് ഹൗസിൽ തന്നെ കാണാനെത്തിയ മാധ്യമപ്രവർത്തകരോട് ട്രംപ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ തീരെ വിഡ്ഢിത്തം പുലമ്പില്ല എന്ന് നമുക്ക് കരുതാം. എന്തായാലും താൽക്കാലികമായെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.